So hi friends. So ഇതിനകത്ത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ളതൊരു DJI Mini 3 Pro ആണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ള ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ് 120 മീറ്റേഴ്സാണ്. 120 മീറ്റേഴ്സ് മുകളിലോട്ട് അത് പോകുള്ളൂ, അതിന് മുകളിലേക്ക് പോകില്ല, ലോക്ക്ഡാണ്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിന് എന്തോ ബഗ്ഗോ സംതിങ് ആണ്. നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തോ RC ഓൺ ചെയ്യുക. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഞാൻ എൻ്റെ ഡ്രോൺ കണക്ട് ചെയ്തിട്ടില്ല, ഞാൻ ഡ്രോണും കൂടെ ഓൺ ചെയ്യുകയാണ്. RC ഓൺ ചെയ്യണം, ഡ്രോണും ഓൺ ചെയ്യണം. സോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ RCക്കകത്ത് ഇത് കണക്റ്റ് ആവും, റിമോട്ട് കൺട്രോൾ അതിൽ കണക്റ്റ് ആവും. ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. സോ കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഇത് കാണിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഫ്രണ്ട് ബ്ലാക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രീനിനകത്തൊന്നും വരാത്ത. കാർഡ് ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ എടുത്തു, നമ്മൾ സെറ്റിങ്സിനകത്ത് പോയി, സേഫ്റ്റിക്കകത്ത് പോയി, അതിനകത്ത് പെൻഡിൽ കാണാം 465 മീറ്റേഴ്സാണ് എൻ്റെ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഐ മീൻ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇപ്പോൾ രണ്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ RCക്കകത്ത് ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസ് നമുക്ക് കിട്ടത്തുള്ളൂ, ക്യാമറയുടെ സെറ്റിങ്സൊക്കെ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആക്കി തന്നെ വെക്കുക. ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ക്യാമറയിനൊന്ന് ഓഫ് ചെയ്യുക, ഐ മീൻ ഡ്രോണിനൊന്ന് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഡ്രോൺ ഓഫായി. അപ്പോൾ ഇവിടെ നിന്ന് കണക്ഷൻ പോയി. ഇനി നിങ്ങൾ ബാക്കിൽ വരിക, ഈ ഫ്രണ്ട് സ്ക്രീനിൽ വരിക, വീണ്ടും ഇതിനകത്തോട്ട് വരിക. ഇതിനകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മാക്സ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 15 മീറ്ററിൽ സെറ്റായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്ലൈഡ് ചെയ്യുക. ഇതിനെ സ്ലൈഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ 465 വെച്ചോണ്ട് അത് അവിടെ പോയി സെറ്റ് ആയിരുന്നു. വേണമെങ്കിൽ 490 ഒക്കെ ആക്കാം, വേണമെങ്കിൽ 500 തന്നെ ആക്കാം, 500 ആക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യുക, ഡ്രോൺ ഓൺ ചെയ്യുക. ഡ്രോൺ ഓൺ ചെയ്ത് RCയിൽ കണക്ട് ചെയ്യുക. ഇപ്പം എൻ്റെ ഡ്രോൺ ഓണായി, RC ഇവിടെ കണക്റ്റായി. ഇനി ബാക്കിലോട്ട് പോവുക, ഇതിൽ കയറിയിട്ട് സേഫ്റ്റിക്കകത്ത് വന്നാൽ നമുക്ക് 500 വരെ പറക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് RTHും ഇവിടെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിന് വേറെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സോ മോസ്റ്റ്ലി ഇതിൻ്റെ സോഫ്റ്റ്വെയറിനകത്തുള്ളൊരു ബഗ്ഗാണ്, ഐ മീൻ നമ്മുടെ DJIയുടെ സോഫ്റ്റ്വെയറിനകത്തുള്ളൊരു ബഗ്ഗാണ്. സാറിന് ഇങ്ങനൊരു സംഭവം അലോ ചെയ്യാൻ പാടില്ല. നമ്മളതിൻ്റെ ഫ്ലൈറ്റ് ഡേറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 120 മീറ്റർ നമ്മുടെ കൺട്രിക്ക് സെറ്റ് ആവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബഗ് ഇതിനകത്തുണ്ട്. സോ ഇങ്ങനെ മാറ്റാം, വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, വെറുതെ മാറ്റാൻ പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.